പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവളുടെ പേര് കുഞ്ഞാന്ന് വിളിക്കും, ചുച്ചുടു എന്ന് വിളിക്കും, അങ്ങനെ പല പേരിലാണ് അവൾ അറിയപ്പെടുന്നത്. ഞങ്ങളെ റൂമിൻ്റെ താഴെയുള്ള ഒരു അറബിയാണ്. ഇവൾക്ക് ഭക്ഷണം എല്ലാം കൊടുക്കുക. അങ്ങനെ അവരാണ് ഇവളെ നോക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൽ പോകുമ്പം വരുമ്പോൾ എല്ലാം ഇവളെ കാണും. എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ ഞാൻ ഇവൾക്ക് കൊടുക്കും. അങ്ങനെ ഇവൾക്ക് ഞങ്ങളെ പരിചയമാണ്. ഞങ്ങൾ അതിൽ എവിടെ പോകുന്നുണ്ടെങ്കിലും ഇവൾ കണ്ട ഓടി വരും. ഇവൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഒരു ദിവസം കാണാം, ഇവൾ ഞങ്ങളെ ഡോറിൻ്റെ മുന്നിൽ വന്നിട്ട് ഭയങ്കര കരച്ചിൽ. അപ്പം ഞാൻ ഡോറ് തുറന്ന് നോക്കുമ്പോൾ അങ്ങനെ ഇവളെ കയറ്റി പിന്നെ ഫുഡ് കൊടുത്ത് ഇവൾ നല്ല ചൂടല്ലേ, അപ്പോൾ AC-ൻ്റെ ചോട്ടിൽ അവിടെ ഇരിക്കും. അപ്പോൾ ഇത് പിന്നെ സ്ഥിരമായി ഇവൾ വരും, പിന്നെ ഫുഡ് കഴിക്കും, കുറേ സമയം AC-ൻ്റെ കൂടെ ഇരുന്ന് പിന്നെ ഇവളെ സമയമാകുമ്പോൾ ഇവളങ്ങ് പോവും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്ന് പിന്നെ ഒരു ദിവസം ഇവളെ കാണുന്നില്ല. അതിൻ്റെ പിറ്റേ ദിവസവും കാണുന്നില്ല. അപ്പം ഞങ്ങൾ അവിടെയുള്ള ആൾക്കാരോടും ചോദിച്ചു നോക്കുമ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ കുറച്ച് അപ്പുറത്തോടെ പോകുമ്പോൾ കാണാം ഇവിടെ കിടന്ന് ഉരുളുന്നു. എന്തു പറയാനാ, എന്നിട്ട് എന്നെ കണ്ടാൽ തിരിച്ചറിയുമോ എന്ന് അറിയാണ്ടിട്ട് ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ പോയി. അവൾ മൈൻഡ് ചെയ്തതേയില്ല. പിറ്റേ ദിവസം കാണാം സ്ഥിരം വരുന്ന ടൈമിന് തന്നെ വന്നു, ആകെ ചളി പിടിച്ച് കച്ചറയായിട്ട്. അപ്പം ഞാൻ ബാത്റൂമിൽ കൂട്ടിക്കൊണ്ടുപോയി മേല് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുളിപ്പിക്കാൻ ഒരു പേടി പോലെ, എങ്ങനെ പ്രതികരിക്കാമെന്നറിയില്ലല്ലോ. അപ്പോൾ അവൾ പോയൊക്കെ നല്ല വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി ശേഷം ഞാൻ ഫുഡെല്ലാം കൊടുത്ത് പിന്നെ അതങ്ങനെ പോയി. പിന്നെയാണ് വയറെല്ലാം വണ്ണം വെച്ച് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി പ്രഗ്നൻ്റ് ആണെന്ന്. അപ്പം ഞാൻ ആദ്യം ഇവളോട് പറയുന്നുണ്ട്, നീ ഇവിടെ നോക്കണ്ടേ, നീ പ്രസവിക്കാൻ വേറെ എവിടെയും കണ്ടോ. അങ്ങനെ പ്രസവിക്കുന്നതിൻ്റെ തലേ ദിവസം ഇതേപോലെ വന്ന്, എന്നിട്ട് പിന്നെ പോയതേ ഇല്ല. ഞങ്ങൾ പുറത്താക്കാൻ നോക്കിയിട്ടൊന്നും പോയില്ല. അപ്പം ഞങ്ങൾ റൂമിൻ്റെ ഡോറെല്ലാം പൂട്ടിയിട്ട് അത് തുറക്കാൻ കളിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ ഇവൾ ഭയങ്കര കരച്ചിൽ തുടങ്ങി. കരച്ചിലെന്ന് വെച്ചാൽ പൂച്ച കരയുന്നത് പോലെയല്ല, വേറൊരു സൗണ്ടിലാണ് കരയുന്നത്. ഞങ്ങൾക്കാകെ പേടിയായി, ടെൻഷനായി. അപ്പോൾ ഇന്നേട്ടൻ വേഗം താഴെ പോയി അവിടെ അങ്ങനെ കാർഡ്ബോർഡിൻ്റെ ബോക്സ് ഉണ്ടാവും, അത് എടുത്തു കൊണ്ടുവന്ന് റൂമെല്ലാം തുറന്ന്, അവൾക്ക് പൂട്ടിയിട്ട റൂമെല്ലാം തുറന്ന് അവിടെ എല്ലാം സെറ്റപ്പാക്കി വെച്ച് കൊടുത്ത് AC ഒക്കെ ഇട്ട് കൊടുത്ത്. അങ്ങനെ ആദ്യത്തെ പ്രസവം വരെ ഭയങ്കര കരച്ചിൽ, പിന്നെ കരയുന്നൊന്നും കേട്ടില്ല. പിന്നെ ഒരു 4-4:30 ആകുമ്പോഴേക്കും 3 കുട്ടികളെ അവൾ പ്രസവിച്ച്, കുഴപ്പമൊന്നുമില്ല. ഇപ്പം 2 ആഴ്ചയായിട്ട് ഇവിടെ തന്നെയാണ്. ഫുഡ് കഴിക്കാൻ വരും, ഫുഡും കഴിച്ച് വന്ന് കുട്ടികളുടെ അടുത്ത് പോയി കിടക്കും. ഇത് തന്നെയാണ് ഇവളെ പണി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവർ വൃത്തികേടാക്കി വെക്കില്ലേ. കുഞ്ഞാണെങ്കിൽ അവൾ പുറത്ത് പോയി എല്ലാം ചെയ്ത് വന്നോളും. വീട് പോലെയല്ലല്ലോ, ഇവിടെ സൗകര്യങ്ങൾ കുറവല്ലേ. അപ്പോൾ എന്താണെന്നറിയില്ല, നോക്കാം അല്ലേ.